ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡും സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയും കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിൽ ഇതുവരെ 4415 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് റേഡിയോ പരിപാടി നാളെ രാവിലെ 11-ന്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നോട്ടിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡും സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയും വൈകിട്ട് കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിടപ്പ് രോഗികൾക്കും നീണ്ടകാലത്തെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും സാന്ത്വനം പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ഹോമിയോ വകുപ്പിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന പരിചരണ സേവനങ്ങൾ ഏകോപിപ്പിച്ചാണ് സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതി നടപ്പാക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്. കിടപ്പ് രോഗികളെ തൊട്ടടുത്ത പാലിയേറ്റീവ് കെയർ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധിപ്പിച്ച് വാർഡ് കൌൺസിലറുടെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ പദ്ധതിയിൽ രൂപീകരിക്കും. ഇതിനായി രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കേരള കെയർ. മെഡിക്കൽ കോളേജുകളിലെയും ക്യാൻസർ സെന്ററുകളിലെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തും. മെഡിക്കൽ നഴ്സിംഗ് മേഖലയിൽ പാലിയേറ്റീവ് കെയർ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്യും. ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് കഴിഞ്ഞ മാർച്ചിൽ പാലിയേറ്റീവ് കെയർ ഗ്രിഡിന് ഗവൺമെന്റ് തുടക്കമിട്ടിരുന്നു. ജൈന ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായ ആചാര്യ വിദ്യാനന്ദ്ജി മഹാരാജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഭഗവാൻ മഹാവീർ അഹിംസാ ഭാരതി ട്രസ്റ്റുമായി സഹകരിച്ച് ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ഒരു വർഷത്തെ ആഘോഷങ്ങൾക്കും ഇതോടെ തുടക്കമാകും. 5 രാജ്യങ്ങളിലെ 8 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ബുധനാഴ്ച യാത്ര തിരിക്കും. ഘാന, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ജൂലൈ 2-ന് ഘാനയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സാമ്പത്തിക, ഊർജ്ജ, പ്രതിരോധ, വികസന മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ച നടത്തും. ജൂലൈ 3-ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തുന്ന പ്രധാനമന്ത്രി 2 ദിവസം അവിടെ തുടരും. സംയുക്ത പാർലമെന്റ് സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ജൂലൈ 4-ന് അർജന്റീനയിലേക്കും 5-ാം തീയതി ബ്രസീലിലേക്കും പോകുന്ന നരേന്ദ്രമോദി റിയോ ഡി ജനീറോയിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ജൂലൈ 9-ന് നരേന്ദ്രമോദി നമീബിയയിൽ എത്തും. ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിൽ ഇതുവരെ 4415 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇതിൽ 3597 പേരെ ഇറാനിൽ നിന്നും 818 പേരെ ഇസ്രായേലിൽ നിന്നും തിരികെ എത്തിച്ചതാണ്. 1500-ലേറെ സ്ത്രീകളും 500-ലേറെ കുട്ടികളും ഇവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ കാർഷിക മേഖലയും അനുബന്ധ മേഖലകളും 2011 മുതൽ 2024 വരെ മൂല്യവർദ്ധിത ഉൽപാദനത്തിൽ 225% വളർച്ച രേഖപ്പെടുത്തി. ദേശീയ സ്ഥിതി വിവര ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2011-12 15,02,000 കോടി രൂപയായിരുന്ന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം 88,78,000 കോടി രൂപയായി ഉയർന്നു. ഉൽപാദനത്തിന്റെ മൊത്തം മൂല്യം 55% വർധനയോടെ 2,949,000 കോടി രൂപയിലെത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ 1,78,000 കോടി രൂപ അറ്റാദായം ഉണ്ടാക്കിയതായി ന്യൂഡൽഹിയിൽ ചേർന്ന വാർഷിക അവലോകന യോഗത്തിൽ വെളിപ്പെടുത്തി. സാമ്പത്തിക മികവിന്റെ ശക്തമായ തെളിവാണിതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തികൾ 0.52% കുറഞ്ഞതായും കണക്കുകൾ കാണിക്കുന്നു. ബാങ്കുകളിലെ ഇപ്പോഴത്തെ ഒഴിവുകളും വരാനിരിക്കുന്ന ഒഴിവുകളും നികത്തണമെന്ന് യോഗത്തിൽ നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു. മികച്ച സേവനം ലഭ്യമാക്കാൻ ജീവനക്കാരുടെ അംഗബലം പ്രധാന ഘടകമാണെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു. എംഎസ്എംഇ മേഖലയ്ക്ക് പുതിയ വായ്പാ നിർണയ മാതൃക തയ്യാറാക്കണമെന്നും നിർമ്മലാ സീതാരാമൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി നാളെ രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. മലയാള പരിഭാഷ തുടർന്ന് കേൾക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2360.50 അടിയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 135.55 അടിയിലെത്തി. 136 അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്കൊഴുക്കുമെന്ന് തമിഴ്നാട് കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇടുക്കിയിൽ കാര്യമായ മഴ പെയ്തില്ല. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ഇടുക്കി, മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 55% പിന്നിട്ടു. 3 ദിവസത്തിനിടെ 10 അടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ വർദ്ധിച്ചത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് റൂൾ കർവ് ലെവലായ 136 അടിയിലേക്ക് ഉയരുന്ന സ്ഥിതി എത്തിയതിനാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. വെള്ളം ഒഴുകിയെത്തുന്ന പെരിയാറിന്റെ ഇരുകരകളിൽ നിന്നുമായി 883 കുടുംബങ്ങളിലെ 3220 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ റവന്യൂ, പോലീസ് അധികൃതർക്ക് ജില്ലാ കളക്ടർ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ ആകാവൂ എന്ന് ജില്ലാ ഭരണകൂടം തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിലെ സ്കൂളുകളിൽ ഇന്ന് ക്ലാസ് ഉണ്ടാവില്ലെന്ന് ഡിഇഒ അറിയിച്ചു. ജില്ലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല. ദേശീയപാതയിലെ വെള്ളക്കെട്ടടക്കം പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. എലത്തൂർ നിയോജകമണ്ഡല പരിധിയിലെ ദേശീയപാത നിർമ്മാണ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. അണ്ടർപാസുകളിൽ അടിഞ്ഞുകൂടുന്ന മണ്ണും മറ്റ് മാലിന്യങ്ങളും 2 ദിവസത്തിനകം നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് കോഴിക്കോട്ട് ചേർന്ന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തെ എസ്റ്റേറ്റുകൾ മഴ കനത്തതിനെ തുടർന്ന് അടച്ച സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ജോലി പുനരാരംഭിക്കുന്നതുവരെ പ്രതിദിനം 300 രൂപ വീതം നൽകണമെന്നാണ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി നിവേദനം നൽകിയത്. ചെല്ലാനത്തെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് വിതരണം ചെയ്യും. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. ചെല്ലാനം മത്സ്യഗ്രാമത്തിൽ 570 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. സ്വാതന്ത്ര്യസമര ഭടന്മാരെ സംബന്ധിച്ച ഫയൽ ശേഖരത്തിലെ വിവരങ്ങൾ നശിച്ചുപോകാതിരിക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകൾ അവ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർദ്ദേശിച്ചു. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നവർക്ക് അവ നൽകാൻ തയ്യാറാക്കി വയ്ക്കണമെന്നും മലപ്പുറം തിരൂരങ്ങാടി ബ്ലോക്ക് ഓഫീസിൽ സംഘടിപ്പിച്ച ജില്ലാ വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ കമ്മീഷണർ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ വിവരങ്ങൾ ജില്ലാ കളക്ടർമാർ സ്വമേധയാ സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും എ അബ്ദുൽ ഹക്കീം നിർദ്ദേശം നൽകി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ആരംഭിക്കും. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ വൈകിട്ട് 7-നാണ് മത്സരം. 2023 ശേഷം ഇതാദ്യമായാണ് ഇരു ടീമുകളും ട്വന്റി ഫോർമാറ്റ് പരമ്പരയിൽ ഏറ്റുമുട്ടുന്നത്. കണ്ണൂരിൽ സംസ്ഥാന വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രാവിലെ ആദ്യ മത്സരത്തിൽ കൊല്ലം മലപ്പുറത്തെയും രണ്ടാം മത്സരത്തിൽ വയനാട് കണ്ണൂരിനെയും നേരിടും. ഉച്ചയ്ക്ക് ശേഷം എറണാകുളം മലപ്പുറത്തെയും വയനാട് ആലപ്പുഴയെയും നേരിടും. കേരളത്തിലെ ഭൂമിയേറ്റെടുക്കൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന റവന്യൂ വകുപ്പിന്റെ ഭൂഭരണ നടപടികൾ മാതൃകയാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. ഭൂതർക്കങ്ങളില്ലാത്ത നാടായി കേരളത്തെ മാറ്റാൻ കഴിയുന്ന ഡിജിറ്റൽ റീസർവേയും എന്റെ ഭൂമി ഏകജാലക പോർട്ടലും മാതൃകയാക്കാൻ ഏറെ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത് അഭിമാനകരമാണെന്ന് സ്പീക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് 1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് രാവിലെ 10 മുതൽ അപേക്ഷ നൽകാം. അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കും ഓൺലൈനായി അപേക്ഷിക്കാം. ഇടുക്കിയിലെ ഇരവികുളം നാഷണൽ പാർക്കിനെ രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്തു. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ 2020-2025 വർഷങ്ങളിലെ ഫലപ്രദമായ പ്രവർത്തനവും നടത്തിപ്പും വിലയിരുത്തിയാണ് ഈ അംഗീകാരം. ജമ്മുകാശ്മീരിലെ ഡച്ച് ഗ്രാം ദേശീയോദ്യാനത്തോടൊപ്പം ഇരവികുളം 1ാം സ്ഥാനം പങ്കുവയ്ക്കുകയായിരുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ മൂന്നാമത്തേതായ ആയില്യം ചതുശതം ഇന്ന്. തിങ്കളാഴ്ച മകം കലംവരവിന് ശേഷം ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഹെലൻ കെല്ലർ അനുസ്മരണവും നേതൃപരിശീലന സെമിനാറും ഇന്ന് സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡും സാർവത്രിക
പാലിയേറ്റീവ് പരിചരണ പദ്ധതിയും കളമശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ സിന്ധു ദൌത്യത്തിൽ ഇതുവരെ 4415 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത്ത് റേഡിയോ പരിപാടി നാളെ രാവിലെ 11-ന്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.